കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വയനാട്ടിലെ കോൺഗ്രസ് എംപിയായ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത് BJP രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ് BJPയുടെ ആരോപണം. വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ നവ്യ ഹരിദാസാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന നവ്യ ഹരിദാസ് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ സ്വത്ത് വിവരങ്ങൾ പ്രിയങ്കയും കുടുംബാംഗങ്ങളും മറച്ചുവെച്ചെന്നാണ് BJP ഹർജിയിൽ ആരോപിക്കുന്നത്. മറച്ചുവയ്ക്കലിലൂടെ വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും BJP പറയുന്നു. നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചുവെന്നത് മുൻനിർത്തി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദമായി BJP നേതാവ് നവ്യ ഹരിദാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 4,24,78,689 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് 37,91,47,432 കോടിയുടെ ആസ്തിയുണ്ടെന്നും 4 ഏക്കറോളം കൃഷിസ്ഥലമുണ്ടെന്നും അറിയിച്ചിരുന്നു. പത്രിക സമർപ്പിക്കുമ്പോൾ കൈവശം 52,000 രൂപയാണുള്ളത്. ആകെയുള്ള 4,24,78,689 കോടി രൂപയിൽ 3.67 കോടി രൂപ 3 ബാങ്കുകളിലായാണ്. ബാക്കി പണം ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ചിരിക്കുന്നു. 1.15 കോടി രൂപയുടെ സ്വർണം, 29.55 ലക്ഷം രൂപയുടെ വെള്ളി, 2,10,00,000 രൂപയുടെ ഭൂസ്വത്ത്, 2004 മോഡൽ ഹോണ്ട കാർ എന്നിങ്ങനെയാണ് സത്യവാങ്മൂലം പ്രകാരം പ്രിയങ്ക ഗാന്ധിക്കുള്ള മറ്റ് ആസ്തികൾ. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുള്ള വീടിന് 7,74,00,000 രൂപയാണ് മതിപ്പ്. ഇതോടൊപ്പം തനിക്ക് 15,75,000 രൂപയുടെ ബാധ്യതയും ഭർത്താവിന് 10 കോടി രൂപയുടെ ബാധ്യതയുമുണ്ട്. 4,46,019 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ജയിച്ചത്. ആകെ 6,12,020 വോട്ടുകൾ പ്രിയങ്കയ്ക്ക് ലഭിച്ചു. ഈ വർഷം നവംബർ 28-ന് പ്രിയങ്ക ഗാന്ധി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. മറ്റ് ഹർജികളിൽ നിന്ന് വ്യത്യസ്തമാണ് തിരഞ്ഞെടുപ്പ് ഹർജികളുടെ പൊതു സ്വഭാവം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമയപരിധിക്കുള്ളിലെ ഹർജി സമർപ്പിക്കുവാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായി ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിക്കും. ആ ബെഞ്ചിലേക്കായിരിക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള ഈ ഹർജി പോവുക. ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആദ്യം പ്രാഥമികമായ ഒരു വാദം നടക്കും. നിലനിൽക്കാത്ത ഹർജിയാണെങ്കിൽ അപ്പോൾ തന്നെ തള്ളിക്കളയുകയും ചെയ്യും. പരിശോധിക്കേണ്ട വിഷയങ്ങൾ ഹർജിയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ വാദം തുടരുകയും ചെയ്യും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.